ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഗാർഡൻ മേക്കർ. നമ്മുടെ അഡീനിയം ചെടികളെല്ലാം പ്രൂൺ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മൾ പ്രൂൺ ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിന്നതുകൊണ്ട് നമ്മുടെ പ്രൂണിങ് കുറച്ച് ലേറ്റായിരിക്കുകയാണ്. മഴയുള്ള സമയങ്ങളിൽ അഡീനിയം പ്രൂൺ ചെയ്താൽ അവ അഴുകിപ്പോകാറുണ്ട്. നേരത്തെ അഡീനിയത്തിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കണം. ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ അഡീനിയത്തിനെല്ലാം വളർച്ച കുറവായിരിക്കുകയാണ്. മിക്കവാറും ചെടികളിലെല്ലാം ഫ്ലവർ ഉണ്ട്, എന്നാൽ അവ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടില്ല. എന്നാലും അവയെ പ്രൂൺ ചെയ്ത് ഓക്കെ ആക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ ശിഖരങ്ങൾ വന്ന് പൂക്കൾ കിട്ടുകയുള്ളൂ. പ്രൂണിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 1.5 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെ തണ്ടിന് കനമുള്ള ചെടികളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്യുന്നതിന് സ്റ്റെറിലൈസ് ചെയ്ത കത്തിയോ പുതിയ ബ്ലേഡോ ഒക്കെ വേണം ഉപയോഗിക്കാൻ. പ്രൂണിങ് കട്ടർ ഉപയോഗിച്ച് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അത് ചെറിയ ചതഞ്ഞതുപോലെ വരാറുണ്ട്. അതുകൊണ്ട് കട്ടർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വർഷത്തിൽ 2 പ്രാവശ്യം അഡീനിയം പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചെറിയ ലിക്വിഡ് ഊറി വരാറുണ്ട്. ആ ലിക്വിഡിനെ നമ്മൾ ചെറുതായിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല തുണി ഉപയോഗിച്ചോ അതിനെ മാറ്റിക്കളയണം. മാറ്റിക്കളഞ്ഞിട്ടേ സാഫ് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാറുള്ളൂ. ഫ്ലവറിംഗ് ഉള്ള ഈ ചെടികളെല്ലാം നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ, പൂക്കാലമാണ്, അഡീനിയത്തിൻ്റെ പൂക്കാലമാണ് ഇനി വരാൻ പോകുന്നത്, ആ സമയത്ത് നല്ല പൂക്കളോടുകൂടി ഈ ചെടികളെ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ചെടികളെല്ലാം നന്നായിട്ട് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തണം. അതുപോലെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് ചാരം. ചാരം നന്നായിട്ട് ഓരോ ചെടിയുടെയും ചുവട്ടിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയ ശേഷം ചാരം ചെറിയ അളവിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ നൈട്രജൻ ചേർന്ന വളങ്ങൾ ഈ ചെടികൾക്ക് ഈ പ്രൂൺ ചെയ്ത് കഴിയുന്ന സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യണം. അത് ഈ വളർച്ചയെ നന്നായിട്ട് ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ പ്രൂൺ ചെയ്ത ചെടികളിലെല്ലാം ഇലകൾ വന്ന് നന്നായിട്ട് ചെടികൾ ഉഷാറാകാറുണ്ട്. അപ്പോൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം. ഏത് വളം കൊടുക്കുമ്പോഴും ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം കൊടുക്കാൻ. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിലും അതിൻ്റെ തണ്ടുകളിലുമെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും ഞാൻ സാഫ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഒരാൾ മറന്നു പോകരുത്. സാഫ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ കട്ടിങ്സിലൂടെ വെള്ളം ഇറങ്ങി നമ്മുടെ ചെടികൾ നശിച്ചു പോകാതെ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ ഈ മുറിച്ചെടുത്ത തണ്ടുകളൊക്കെ നട്ട് നമുക്ക് പുതിയ ചെടികൾ പിടിപ്പിക്കാം. അതുപോലെ ഇതിൻ്റെ സീഡ്സ് ഹൈബ്രിഡ് വെറൈറ്റീസിൽ നിന്ന് അങ്ങനെ സീഡ്സ് കിട്ടാറില്ല, നോർമൽ വെറൈറ്റീസിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ നഴ്സറികളിലെല്ലാം ഉപയോഗിക്കുന്ന 2 വളങ്ങളാണ് നാനോ യൂറിയയും നാനോ DAPയും. ഇത് ഓൺലൈനിൽ ലഭ്യമാണ്. ഇതിനെ ഒരു 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഈ അഡീനിയത്തിന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചുവട്ടിലും തണ്ടിലുമെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ചെടിയുടെ വളർച്ചയ്ക്കും നന്നായിട്ട് ഇത് ഹെൽത്തി ആയിട്ട് നിന്ന് നല്ല പോലെ ഫ്ലവർ കിട്ടാനും ഈ നാനോ യൂറിയയും നാനോ DAPയും സഹായിക്കുന്നുണ്ട്. 2 ഫെർട്ടിലൈസേഴ്സും കൂടെ ഒന്നിച്ചല്ല കൊടുക്കേണ്ടത്, ഏതെങ്കിലും ഒന്നാണ് കൊടുക്കേണ്ടത്. ഹൈബ്രിഡ് വെറൈറ്റീസിനെ അപേക്ഷിച്ച് നോർമൽ വെറൈറ്റീസാണ് കൂടുതൽ ഫ്ലവറിങ് തരുന്നതും അതുപോലെ കീടബാധ ഉണ്ടാകാതെ ഇരിക്കുന്നതും. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൂണിങ്ങും വളപ്രയോഗവും എല്ലാം പല ദിവസങ്ങളിലായി ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ്. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.